ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആറ്റുകാലമ്മയുടെ ഒരു ചെറിയൊരു കഥയാണ് പറയണത്. അത് എനിക്കറിയുന്ന രൂപത്തിൽ ഞാനിവിടെ പറയുന്നതാണ്. ആറ്റുകാൽ ക്ഷേത്രം അവിടെ എത്തി, പ്രസിദ്ധമായി ഈ ആറ്റുകാൽ ക്ഷേത്രം എങ്ങനെ അവിടെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇത് പണ്ട് കാവേരി പട്ടണത്തിലെ ഒരു ധനിക പ്രമാണിയുടെ മകളാണ് കണ്ണകി. അപ്പോൾ കണ്ണകിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ അച്ഛൻ കോവലൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് വിവാഹം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്ന സമയത്താണ് ഒരു മാധവി എന്ന ഒരു നർത്തകിയെ കാണാനിടയായത്. മാധവി ആകട്ടെ കോവലിനെ കണ്ട ഉടനെ പ്രണയിക്കാൻ തുടങ്ങി. അങ്ങനെ കോവലനും മാധവിയും കൂടെ അടുത്ത് ഒരു ദിവസം മാധവി കോവലനായിട്ട് നാടുവിടുകയായിരുന്നു. കോവലൻ തൻ്റെ സ്വത്തെല്ലാം കയ്യിലെടുത്തുകൊണ്ടാണ് മാധവിയുടെ കൂടെ പോയത്. അങ്ങനെ കുറച്ച് ദിവസം മാധവിയും കോവലനും കൂടെ താമസിച്ചവിടെ. അങ്ങനെ കുറഞ്ഞൊരു ദിവസം കൊണ്ട് തന്നെ മാധവി കോവലൻ്റെ സമ്പത്ത് മുഴുവനും നശിപ്പിച്ച് അങ്ങനെ കോവലിനെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാക്കി അവിടെ ഇട്ടേച്ച് മാധവി കടന്നു പോകുകയായിരുന്നു. ആ സമയത്ത് കോവലൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അങ്ങനെ ഇവിടെ ആകട്ടെ കണ്ണകി തൻ്റെ പ്രാണനായ ഭർത്താവിനെയും കാത്ത് ദിവസങ്ങൾ എണ്ണി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും എൻ്റെ അടുത്ത് എത്തിപ്പെടുന്നുള്ള ആ ഒരു നിമിഷവും കാത്തിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോവലൻ തിരിച്ചു വരുന്ന സമയത്ത് കോവലൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു കോവലൻ വരുന്നത്. അങ്ങനെ കോവലൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കണ്ടപ്പോൾ കണ്ണകി തൻ്റെ കാൽച്ചിലമ്പായ ഒരു ചിലമ്പെടുത്തുകൊണ്ട് കോവലൻ്റെ കയ്യിൽ കൊടുക്കും. അന്നേരം പറയും, പേടിക്കണ്ട, നമുക്ക് ഇതുകൊണ്ട് ജീവിതകാലം മുഴുവനും സുഖമായിട്ട് ജീവിക്കാമെന്നറിയും. അങ്ങനെ അവർ സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് മധുര നദി ലക്ഷ്യമാക്കിയിട്ട് പോകുന്നതായിരുന്നു. ആ സമയത്താണ് മധുരയിലുള്ള രാജാവിൻ്റെ ഭാര്യ രാജ്ഞിയുടെ ചിലമ്പ് കാണാതായത്. അങ്ങനെ ഭടന്മാർ ഇത് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് കോവലനും ഭാര്യയും കൂടെ നടന്നു വരുന്ന കണ്ടത്. കോവലൻ്റെ കയ്യിലാണെങ്കിൽ ചിലമ്പ് കണ്ട ഉടനെ ഭടന്മാർ വിചാരിച്ച് ഇത് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചാണെന്ന്. അങ്ങനെ ഭടന്മാര് കോവലിനെ പിടിച്ചു കെട്ടിങ്ങാണ്ട് രാജസദസ്സിൽ കൊണ്ടുപോയി രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ രാജാവശ്യം കൊണ്ട് ഭടന്മാരോട് പറയും, കോവലിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടും. അങ്ങനെ ഭടന്മാർ കോവലിനെ വധിക്കാൻ പോകുന്ന സമയത്ത് തൻ്റെ പ്രണയിയായ കണ്ണകി കരഞ്ഞപേക്ഷിക്കും, ആ ചിലമ്പല്ല ഇത് എൻ്റെ ചിലമ്പാണെന്ന് പറയും. എന്നിട്ടൊന്നും രാജാവ് അത് കേൾക്കൂല. അങ്ങനെ നിർദാരുണം എൻ്റെ ഭർത്താവായ കോവലിനെ വധിക്കുന്നതാണ് കണ്ണകി കാണുന്നത്. അത് കണ്ട ഉടനെ കണ്ണകി രോഷാകുലയായി. അങ്ങനെ ഈ മധുര നദി മുഴുവനും ചുട്ടിരിക്കുന്നതാണ് പിന്നെ അവിടെ ഉണ്ടായത്. രാജസദസ്സും എല്ലാവരെയും ഒന്നടങ്കം ചുട്ടരിച്ച് ഭസ്മമാക്കി കളഞ്ഞു. അങ്ങനെ കോപം അടക്കി കണ്ണകി ഒരു ബാലികാ രൂപം സ്വീകരിച്ച് ആറ്റുകാലിനെ ലക്ഷ്യമാക്കി കൊടുങ്ങല്ലൂരിലുള്ള വഴിയിലൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. അവിടെ ഒരു നദി കാണും. അപ്പോൾ ഈ നദീതീരത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു വയസ്സായൊരു ആളെ കാണും. അപ്പോൾ ആ സമയത്ത് ഈ കുഞ്ഞു ബാലിക ചോദിക്കും, എന്നെ ഒന്ന് മറുകരയിൽ എത്തിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ വൃദ്ധൻ പറയും, ഞാൻ മോളെ എത്തിക്കാമെന്ന് പറയും. അങ്ങനെ കുഞ്ഞിനെ ആയിട്ട് മറുകരയിൽ എത്തിക്കുന്നതാണ്. വൃദ്ധനാവട്ടെ ഈ കുഞ്ഞിനെയായിട്ട് തൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീട്ടിലെത്തി വൃദ്ധൻ വീട്ടിൽ കയറലും പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ബാലികനെ കാണില്ല. അങ്ങനെ വൃദ്ധനൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലായി. തൻ്റെ കൂടെ ഉണ്ടായത് ആര്, എന്ത്, കുഞ്ഞെവിടെ, ഇങ്ങനെ
ഒന്നും മനസ്സിലാവാത്തൊരു അന്തരീക്ഷത്തിലാണ് ആ ദിവസം ബാലിക സ്വന്തം രൂപം സ്വീകരിച്ചിട്ട് കാണുന്നതാണ് വൃദ്ധ സ്വപ്നത്തിൽ കാണുന്നത്. അന്നേരം പറയും, ഞാൻ ശൂലം കൊണ്ട് 3 രേഖ ഈ മുറ്റത്ത് വരക്കും, അവിടെ എനിക്ക് ഒരു ക്ഷേത്രം പണിയണം എന്നറിയും. അങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ രൂപം പിന്നെ കാണൂല. അങ്ങനെ പിറ്റേന്ന് നേരം വെളുക്കുന്നവരെ വൃദ്ധനിങ്ങനെ കാത്തിരുന്നു. നേരം വെളുത്ത് കഴിഞ്ഞ് പുറത്ത് പോയി നോക്കുമ്പോൾ ഉണ്ടാവും ആ ശൂലം കൊണ്ട് 3 സ്വർണ്ണരേഖ. അങ്ങനെയാണ് അവിടെ ആ ഒരു ക്ഷേത്രം പണിയുന്നത്. അതാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. ഇന്ന് പ്രസിദ്ധമായ ആറ്റുകാൽ ദേവീക്ഷേത്രമാണ് അവിടെ കുടികൊള്ളുന്നത്. അവിടെ ആ ഒരു പ്രീതിക്കായിട്ട് എല്ലാ ഭക്തന്മാരും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഇന്നും പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആറ്റുകാൽ ദേവീക്ഷേത്രം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഇതുപോലെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.